വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സീക്രട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മാർക്കറ്റ് ഡയറക്ഷൻ, എൻട്രി സിനാരിയോ, വോളിയം ബ്രേക്ക് ഔട്ട്. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഒത്തിരിയധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓൾസോ ഈ വോളിയം ബ്രേക്ക് ഔട്ടിൻ്റെ സ്ട്രാറ്റജി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു പോകണം. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി നമ്മളുടെ ചാനലിൽ ഫുൾ ബാക്കിൻ്റെ കുറേയധികം കാര്യങ്ങൾ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. വോളിയം ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജിയെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വോളിയം ബ്രേക്ക് ഔട്ടിൻ്റെ സ്ട്രാറ്റജിയിൽ കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി ഞാനിവിടെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണാം. അതിനകത്തൊരു കാൽക്കുലേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതും കിട്ടുമ്പോൾ നമുക്ക് ഓരോരോ ഐഡിയാസാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്ന്, നമ്മുടെ ചാനലിൽ കമൻറ്റ് എഴുതുമ്പോൾ എനിക്ക് ഈ ഐഡിയ ഒന്നും കിട്ടുന്നില്ല, ഇതൊരു ഉടായ്പ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ കമൻറ്റ്സ് എഴുതുന്നവരുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ലോകത്തിൽ ആർക്കും എപ്പോഴും നമുക്ക് എൻട്രി എടുത്ത് കാണിച്ചു തരാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ലോകത്തിൽ ആർക്കും കാണിച്ചു തരാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രൂവൻ സ്ട്രാറ്റജി ഒരിടത്തും ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളിവിടെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് ഞാൻ ഈ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പം ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ 24 hours 8 മണിക്കൂർ മാർക്കറ്റ് ലൈവ് മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എവരി നൗ ആൻഡ് ദെൻ യു വിൽ നോട്ട് ഗെറ്റ് ആൻ എൻട്രി കിട്ടും. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ മാർക്കറ്റിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഒരു ചിന്തിക്കുന്ന പ്രോബബിലിറ്റിയിൽ ഒരു 80% വിൻ വിൻ സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രമേ നമ്മൾ ആ എൻട്രിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യം. എപ്പോഴും നമ്മൾ മാർക്കറ്റിൽ നോക്കുമ്പോൾ നമുക്ക് എൻട്രി വേണമെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ച അങ്ങനെയല്ല നമ്മൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. മേ ബി യു ഗെറ്റ് 1 entry in a day, മേ ബി യു ഗെറ്റ് 2 entries in a day, ദാറ്റ്സ് ഇറ്റ്. മാക്സിമം ലെസ് ഈസ് മോർ എന്ന് പറഞ്ഞ് എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ബിക്കോസ് ഇതെന്ന് പറയുന്നത് ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ ഡൈനാമിക്സ്. നമ്മൾ ഒരു ട്രേഡ് ചെയ്തു, രണ്ടാമത്തെ ട്രേഡിലേക്ക് കടക്കുമ്പം പിന്നെ നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് നമ്മളല്ല. ബിക്കോസ് നമുക്ക് അന്നേരം ഓവർ കോൺഫിഡൻസ്, നമ്മൾ ഓവർ ട്രേഡിങ്, ഈ കാര്യങ്ങളെല്ലാം വരുവാണ്. നമുക്ക് ഫ്രീ ആയിട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ട്രേഡിങ് ഫെയിൽ ആയി പോകുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ 24 hours നമുക്ക് മാർക്കറ്റിൽ ഇരുന്നുകൊണ്ട് ചാർട്ട് കാണുന്ന സമയം തന്നെ നമുക്ക് എൻട്രി എടുക്കണം. ആ ഒരു സെറ്റപ്പ് അല്ല പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഒന്ന്. നമ്പർ 2, നൗ ലെറ്റ് us come back to the topic. ഇവിടെ മാർക്കറ്റിൻ്റെ ആദ്യമായിട്ടുള്ള ഡയറക്ഷൻ എന്താണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഡേ വൈസ് ചാർട്ട് എടുക്കുന്നു. ഇപ്പോൾ ഇന്നത്തെ ഡേറ്റിലെ ട്രേഡിംഗ് ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ മിനിഞ്ഞാന്ന് തൊട്ട് തന്നെ ഞാൻ പറയുന്നതാണ് ഫോക്കസ് ഓൺ ദിസ് ലൈൻ, ഓൾ ടൈം ഹൈയുടെ ഉള്ള ആ ഏരിയയിൽ നമ്മൾ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ ഡ്രോ ചെയ്തിട്ടു. ഈ ലൈൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? വോളിയം ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജിയിലേക്ക് നമുക്ക് വരാം. പക്ഷേ അതിനൊപ്പം തന്നെ ഒരു എൻട്രി സെനാരിയോ കൂടെ കാണിച്ചു പോവുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ വിൽ ബി ഫ്രൂട്ട്ഫുൾ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ, കാരണം ബിക്കോസ് ദിസ് ഇസ് എ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ അല്ലേ. അപ്പോൾ നിങ്ങൾ എൻട്രി സെനാരിയോ ഫോം ചെയ്യുന്നത് ഞാൻ പറയുന്ന അതേ ക്വാളിറ്റിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതെല്ലാം കാണാൻ പറ്റുള്ളൂ ചാർട്ടിൽ. അല്ലെങ്കിൽ ഇറ്റ്സ് എ പിക്ചർ, നത്തിങ് എൽസ്. ഈ ഒരു പ്രൈസ് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പിക്ചറായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. സോ ഫോക്കസ് ഓൺ ദിസ് ലൈൻ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ലൈൻ ഡ്രോ ചെയ്തു. ഈ പോർഷൻ ഇവിടെ ഇല്ലെന്ന് വിചാരിക്കുക. ഈ 2 ദിവസത്തെ ട്രേഡിംഗ് ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ബൈ ആൻഡ് സെൽ എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു മാർക്കറ്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്നത് ഇന്നലെയും ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ബൈ ആൻഡ് സെൽ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഗ്യാപ്പ് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് നമ്മൾ പറഞ്ഞ റേഞ്ചിന് മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്തു. സോ സെല്ല് പിന്നീടുള്ളത് നമുക്ക് അടുത്ത ഓപ്പർച്യൂണിറ്റി എന്താണ് നമ്മളത് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് സംഭവം? ഡേ വൈസ് നമുക്ക് കിട്ടത്തില്ല. 4 hourly ചാർട്ട് നമ്മൾ നോക്കുവാണ്. 4 hourly ചാർട്ട് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് അല്ലേ. അപ്പോൾ ഈ പോർഷൻ നമുക്ക് ഇവിടെ ഇല്ല. ഇനിയിപ്പോൾ എന്നുള്ളത് അന്നത്തെ ദിവസം, അതായത് ഇതെന്ന് പറയുന്നത് 30 മാർച്ചിലെ ഡേറ്റയാണ് അല്ലേ. 30 മാർച്ചിൻ്റെ ചാർട്ടാണ്. അന്നൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ്. അപ്പം ഈ ഓൾ ടൈം ഹൈ മാർക്കറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? മാർക്കറ്റ് ഈസ് ഓൺ എ കൺസിസ്റ്റന്റ് അപ്പ് ട്രെൻഡ്, ക്രിയേറ്റിംഗ് എ പുൾ ബാക്ക്, അഗെയിൻ ഗോയിങ് അപ്പ്, ക്രിയേറ്റിംഗ് എ പുൾ ബാക്ക്, അഗെയിൻ ഗോയിങ് അപ്പ്, ക്രിയേറ്റഡ് എ പുൾ ബാക്ക് ആൻഡ് മാർക്കറ്റ് ഒരു ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ക്രിയേറ്റ് ചെയ്തു. സോ നമ്മളെ സംബന്ധിച്ച് താഴേക്ക് വരുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി താഴേക്ക് വരുന്ന മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുൾ ബാക്ക് ഓൺ ദ ഫ്ലിപ്പ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ, സെല്ലിംഗ് സൈഡിലേക്ക് വരുന്ന സൈഡിലേക്ക് പുൾ ബാക്ക് ഹാസ് ടു ബി ക്രിയേറ്റഡ്, ദെൻ ഓൺലി ഈ മാർക്കറ്റ് ബെയറിഷ് സൈഡിലേക്ക് സിഗ്നൽ ചെയ്യത്തുള്ളൂ. സോ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴേക്ക് വന്നു. സോ ദിസ് ഈസ് എ പുൾ ബാക്ക് അല്ലേ. ഇതിന്റെ ബോട്ടം എന്ന് പറയുന്നത് ഒരു പുൾ ബാക്കും ഇതിന്റെ ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത് ഒരു പുൾ ബാക്ക് ആണ്. ബിക്കോസ് ഓൺ എ ഹയസ്റ്റ് റേഞ്ച് ഈ മാർക്കറ്റിന്റെ ഏറ്റവും മുകൾ വശത്ത് ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഇതിന്റെ താഴെ ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സോ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ മാർക്കറ്റ്? നെക്സ്റ്റ് ഡേയിൽ നമ്മൾ വരുമ്പോഴത്തേനും ഒന്നെങ്കിൽ മാർക്കറ്റ് ഈ ബോട്ടം പോർഷനിൽ സ്വീപ്പ് ചെയ്യുമ്പോൾ യു വിൽ ഹാവ് ആംബിൾ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, നമ്പർ 1. നമ്പർ 2, എന്തുകൊണ്ടാണ്? ബിക്കോസ് പുൾ ബാക്ക് ബോട്ടം സ്വീപ്പ് ചെയ്ത് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു വിൽ ഹാവ് എൻ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, ബൈ ആൻഡ് സെൽ. അത് തന്നെയായിരിക്കും നമ്മൾ ഇതിന്റെ താഴെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ അന്നത്തെ ഡേയ്സിൽ ബൈ ആൻഡ് സെൽ സക്സസ്ഫുൾ ആയോ ഇല്ലയോ? സക്സസ്ഫുൾ ആയി. നെക്സ്റ്റ് ഡേ ബൈ ആൻഡ് സെൽ.
അവിടെ. ബിക്കോസ് നമ്മളെ സംബന്ധിച്ച് ഈ ടോപ്പ് പോർഷൻ ഈസ് എ ടാർഗറ്റ് ലെവൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ടോപ്പ് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ ടോപ്പ് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഫ്ലിപ്പ് സൈഡിലേക്ക്, അതർ സൈഡിലേക്ക് റിവേഴ്സൽ സിഗ്നൽ വരുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പുൾ ബാക്കിന്റെ ടോപ്പ് പോർഷൻ സ്വീപ്പ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഇറ്റ് വിൽ കം ഡൗൺ. ദാറ്റ് ഇസ് ദ ultimate direction of the market. That's why I said focus on this line drawn. That's it. Only one line, plain chart. That's it. നമുക്ക് വേറെ ഒന്നുമില്ല, ഒരു ഇൻഡിക്കേറ്റർ വേണ്ട, ഒന്നും വേണ്ട. We are focusing only on the leading price action. Number 1. വോളിയത്തിലേക്ക് നമുക്ക് വരാം. ഓക്കെ, അതിന്റെ ക്ലാസ്സിലേക്ക് ഇപ്പോൾ വരാം. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ വന്ന് കാണുമ്പോഴത്തേക്കും ഇന്ന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, മാർക്കറ്റ് ആ പർട്ടിക്കുലർ ക്യാൻഡിലിന്റെ ടോപ്പ് പോർഷൻ മാർക്കറ്റ് ടാപ്പ് ചെയ്തോ ഇല്ലയോ ഓപ്പണിംഗ് ക്യാൻഡിൽ ഇറ്റ്സെൽഫ് മാർക്കറ്റ് ഇന്നത്തെ ക്യാൻഡിൽ അപ്പർ സൈഡിൽ അതിന്റെ ടോപ്പ് പോർഷൻ ടാപ്പ് ചെയ്തു. ഇതിന്റെ ടോപ്പ് പോർഷൻസ് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാട്ട് വിൽ ബി നമ്മളുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, സെൽ ആൻഡ് ബൈ, ബിക്കോസ് യു ആർ സ്റ്റാൻഡിങ് ഇൻ എ പ്രീമിയം ഏരിയ ഫോർ സെല്ലിംഗ്. അപ്പൊ ഇതിന്റെ മുകളിൽ നമുക്ക് എന്താണ് നോക്കേണ്ടത്, നമുക്ക് നോക്കേണ്ടത് ദ ലിറ്റിൽ സീക്രട്ട് വാട്ട് ഐ ഹാവ് എക്സ്പ്ലെയിൻ ടു യു ത്രൂ ഔട്ട് ദിസ് ഡീകോഡിംഗ് സീരീസ്, ഡീകോഡിംഗ് 1 to 20. ഇവിടെ എങ്ങനെയാണ് ഇതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, 20 വീഡിയോസോടും ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ പറയുന്ന പോലെ ലിറ്റിൽ സീക്രട്ടോ അല്ലെങ്കിൽ പ്രൈസ് മാനിപ്പുലേഷൻ എന്ന് നമ്മൾ അതിന് പറയുന്നത്. അപ്പോൾ ഈ പ്രൈസ് മാനിപ്പുലേഷൻ ഇതിന് മുകളിൽ പ്ലേ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഹാവ് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി. സോ നൗ ഓൺ കമ്മിങ് ബാക്ക് ടു ദ 1 hour ചാർട്ട്. 1 hour ചാർട്ടിൽ നോക്കുമ്പോൾ യു ക്യാൻ സി ഇവിടെ എന്താണ് കാണുന്നത്, അതിൻ്റെ ടോപ്പ് പോർഷൻ നമ്മൾ കണ്ടുവച്ചിരിക്കുന്ന ടാർഗറ്റ് ഓൺ എ ഗ്ലോബൽ. ഇത് ഞാൻ പറയുന്നത് ഇതെന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിന്റെ ആത്യന്തികമായിട്ടുള്ള ഡയറക്ഷണൽ പാത്ത് എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് നമ്മൾ നിൽക്കുന്നത് റൈറ്റ് സൈഡ് ഓഫ് ദ മാർക്കറ്റ് ആണോ അതോ റോങ് സൈഡ് ഓഫ് ദ മാർക്കറ്റ് ആണോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എൻട്രി സെനാരിയോയിലും ഈ സെയിം ടെക്നിക് ഹാസ് ടു ബി യൂസ്ഡ്. ദാറ്റ്സ് ഇറ്റ്. ഇത് തന്നെയാണ്, ബിക്കോസ് പുൾ ബാക്ക് സ്വീപ്പിംഗ് മാത്രമാണ് നമ്മളുടെ എൻട്രി സെനേരിയോയിൽ. വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്, അത് ഞാൻ പിന്നീട് പറഞ്ഞിരുന്നതായിരിക്കും. അപ്പം ഇതിൽ നമ്മൾ ബേസിക് എൻട്രി ഫോർമേഷനകത്ത് ക്വാളിഫൈ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. അപ്പം ഇതിന് മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്യുമ്പോൾ യു വിൽ ബി ലുക്കിംഗ് ഫോർ സെൽ ആൻഡ് ബൈ ഓപ്പർച്യൂണിറ്റി അല്ലേ. സംടൈംസ് സെൽ ആൻഡ് ബൈക്കകത്ത് മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് കയറി പതുക്കെ അതായിട്ട് വരുള്ളൂ. സംടൈംസ് ഇറ്റ് വിൽ കം ബാക്ക് വെരി ഫാസ്റ്റ്. അത് ഓരോ ദിവസത്തെ മാർക്കറ്റ് ഓരോ ഡിഫറൻറ്റ് സെനാരിയിലാണ്. സോ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതിന് മുകളിൽ വന്ന് നോക്കുമ്പോൾ 1 minute സ്ട്രക്ചറിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എന്താണ് കാണുന്നത്, നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന ലൈനിന്റെ മുകളിൽ ആ ലൈൻ എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ലൈൻ എന്ന് പറയുന്നത് അത് ഓൾ ടൈം ഹൈ ആയതുകൊണ്ട് ഡ്രോ ചെയ്ത ലൈൻ അല്ല. അത് മോസ്റ്റ്ലി ഓൾ ദ പീപ്പിൾ വിൽ ഡ്രോ ദിസ് ലൈൻ. നമ്മൾ എന്താണ് അവിടെ ഓൾ ടൈം ഹൈ അടിച്ചിരിക്കുന്ന ലെവലാണ്, അതുകൊണ്ട് ഞാൻ അവിടെ ഇത് ചെയ്യുന്നു, അവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് എന്നൊക്കെയാണ് പറയുന്നത്. അതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഓക്കെ, നമ്മളുടെ എൻട്രി സെനാരിയോയിൽ എന്താണ് നമ്മൾ നോക്കുന്നതെന്നാണ് ഈ ലൈൻ. നമ്മളുടെ എൻട്രി സെറ്റപ്പിൽ ഈ ലൈൻ ഡ്രോ ചെയ്തിരിക്കുന്നത് ഓൺ എ ലോജിക്കൽ ആർഗ്യുമെന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ലൈൻ ഡ്രോ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ആ ലോജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ പ്രൈസിംഗ്, പ്യൂർലി പ്രൈസിംഗ് സ്ട്രക്ചർ. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രൈസിംഗ് സ്ട്രക്ചർ ഓഫ് മാർക്കറ്റ്, the valuation of the market, only then you can trade. Otherwise you will not understand the എന്താണ് നമുക്ക് ആർക്കും മനസ്സിലാകത്തില്ല. പ്രൈസിങ്ങിന്റെ സ്ട്രക്ചർ മനസ്സിലാകുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രൈസിങ്ങിന്റെ വാല്യുവേഷൻ മനസ്സിലാകുന്നില്ലെങ്കിൽ മാർക്കറ്റിന്റെ ഡയറക്ഷണൽ മൂവ് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധ്യമാകത്തില്ല. എന്നും വെച്ച് 24 hours ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എപ്പം വന്നു നമ്മൾ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാലും യു നീഡ് എൻട്രി ഐ നീഡ് എൻട്രി എന്നുള്ള രീതിയിൽ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. അത് you have to find, your job is to find a precision entry only once in a day. അത് മാത്രം മതി. അങ്ങനെ നമ്മൾ അത് പെർഫെക്റ്റ് ചെയ്ത് പോകുമ്പോൾ യു ക്യാൻ ഫൈൻഡ് n number of entries. ആദ്യം നമ്മൾ ഒരെണ്ണം ചെയ്ത് പഠിക്കുക, അതിനുശേഷം അല്ലേ ഒരു 10 എൻട്രിക്ക് വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പോൾ കമന്റ് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ റോങ് ആയിട്ടുള്ള നിങ്ങളുടെ പഠിത്തങ്ങളും കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കുന്നതും ഒന്നുമല്ല ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. അങ്ങനെ എൻ്റെ ഒപ്പം ഡയറക്ഷണൽ രീതിയിൽ നമ്മൾ പറയുന്ന രീതിയിൽ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ യു ക്യാൻ ക്ലിയർലി സീ ദ മാർക്കറ്റ് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എ പ്രീ ഡിഫൈൻഡ് സ്ട്രക്ചറൽ സെറ്റപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ പ്രീ ഡിഫൈൻഡ് ആയിട്ട് നമ്മൾ മാർക്കറ്റിനെ നോക്കി കാണുന്ന ആ ഒരു ആംഗിളിൽ നോക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിന്റെ സ്ട്രക്ചർ കാണാൻ പറ്റുള്ളൂ. സോ ഇവിടെ എന്താണ് നമ്മൾ അവിടെ കാണുന്നത്, ഇവിടെ പ്രൈസ് മാനിപ്പുലേഷൻ കാണുന്നുണ്ടോ? ഹൈ ഈസ് മെയ്ഡ്, ലോ ഈസ് മെയ്ഡ്, പിന്നെ ഹൈ ഈസ് മെയ്ഡ്, ലോ ഈസ് മെയ്ഡ്. ഇവിടെ നമുക്ക് ആദ്യത്തെ രണ്ട് ടൈപ്പ് ഓഫ് സോങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഹൈ ഈസ് മെയ്ഡ്, ലോ ഈസ് മെയ്ഡ്, ഹൈ ഈസ് ടേക്കൻ, ലോ ഈസ് ടേക്കൻ, എ ക്യാൻഡിൽ ക്ലോഷർ ഹാസ് ബീൻ ഡൺ, ദ പ്രൈസ് ഹാസ് കം ബാക്ക് ആൻഡ് മിറ്റിഗേറ്റ്, ദെൻ ദ പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ. ഓക്കെ, നമ്പർ 1. നമ്പർ 2,
ഇതൊരു ഹൈ ആണെന്ന് വിചാരിക്കുക. ഹൈ ഇസ് മെയ്ഡ് ആൻഡ് ദ ലോ ഇസ് മെയ്ഡ്. ഹൈ ഇസ് ടേക്കൺ, പൊക്കോട്ടെ എങ്ങനെയാണെങ്കിൽ, ആൻഡ് ദ ലോ ഇസ് ടേക്കൺ. സി, എ ക്യാൻഡിൽ ക്ലോഷർ ഹാസ് ബീൻ ഡൺ ആൻഡ് ദ പ്രൈസ് ഇസ് കമ്മിങ് ടു മിറ്റിഗേറ്റ്. ആൻഡ് ഹിയർ ഓൺ ദിസ് പാർട്ട്, ഇവിടെ ഇതെന്താണ് ഈ ലൈൻ? ദിസ് ഇസ് എ പുൾ ബാക്ക് ബോട്ടം. പുൾ ബാക്ക് ബോട്ടം, ഇവിടെ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാട്ട് വിൽ യു ബി തിങ്കിങ് അബൌട്ട് ദ മാർക്കറ്റ്? ബൈ ആണോ സെൽ ആണോ? ഡസൻ മാറ്റർ. നമ്മളിപ്പോൾ ഓൾ ടൈം ഹൈയിൽ നിൽക്കുവാണെന്നൊന്നും വിചാരിക്കേണ്ട. ബിക്കോസ് പുൾ ബാക്ക് ബോട്ടത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ മാർക്കറ്റിന്റെ ഡയറക്ഷണൽ മൂവ് എന്ന് പറയുന്നത് ഇവിടെ വരെ വരുമ്പോഴത്തേനും എന്താണ് കാണുന്നത്? ഇവിടെ വരെ വരുമ്പോഴത്തേനും എന്താണ് നമ്മൾ കാണുന്നത്? നമ്മളുടെ ഐഡിയ പ്രകാരം എന്താണ് കാണുന്നത്? സെൽ ആൻഡ് ബൈ. സോ അതിനുശേഷം മാർക്കറ്റ് എന്താണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഇറ്റ്സ് എ റിജക്ഷണൽ ക്യാൻഡിൽ അല്ലേ? അപ്പൊ സൈഡ് റിജക്ട്. അപ്പൊ നമ്മൾ സാധാരണയുള്ള നോർമൽ ഉള്ള രീതിയിൽ ക്യാൻഡിൽസ്റ്റിക്സിന്റെ മൂവ്മെന്റ് പ്രകാരം വാട്ട് ടൈപ്പ് ഓഫ് ക്യാൻഡിൽ ഇസ് ദാറ്റ്? ദിസ് ഈസ് എ റിജക്ഷണൽ ക്യാൻഡിൽ ആൻഡ് ദ പ്രൈസ് വിൽ ഷൂട്ട് അപ്പ്. അങ്ങനെയാണ് അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ നമ്മൾ പറയുന്നത് ദിസ് ക്യാൻഡിൽ ഈസ് ക്രിയേറ്റഡ് വിത്ത് എ പർപ്പസ് ടു കം ഡൗൺ ദ മാർക്കറ്റ്. മനസ്സിലായോ? ഈ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്നത് ദിസ് ഈസ് ക്രിയേറ്റഡ് വിത്ത് എ പർപ്പസ്. ബിക്കോസ് ഇവിടെ ഈ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇത്രയും ഭാഗത്തെ ഈ അതിനുശേഷമുള്ള മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഉണ്ടോ, ഈ ഇത്രയും ഭാഗത്തെ ലിക്വിഡിറ്റി ഓർഡേഴ്സ് ട്രിഗർ ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ട പർട്ടിക്കുലർ ക്യാൻഡിലാണിത്. അതിനുശേഷം immediately price went up, then it came down, then it went up. So price manipulation is happening again and again here, so that everybody will be exiting from the trade. അല്ലേ? So finally market is falling. This is the direction of market. Okay, now എന്തുകൊണ്ടാണ് ഈ ലൈൻ ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ പറയുന്നത്? അതുകൊണ്ടാണല്ലോ. അപ്പം ഇനി നമ്മൾ വരുന്നത് അവിടുത്തെ മാർക്കറ്റിന് എൻട്രിയുടെ സെനാരിയോയിൽ അത് വന്നു. ഇനി നമ്മൾ നോക്കുന്നത് ഇവിടെ എഗെയിൻ ബാക്ക് ടു ദ ഇത് നമ്മൾ 1 hourന്റെ ഇതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് വാസ് സിവിയർലി കമ്മിങ് ഡൗൺ അല്ലേ? ഫോളിങ് ആൻഡ് ഫോളിങ്, നമുക്ക് ഒരു എത്തുമ്പോഴും കിട്ടുന്നില്ല. സോ നമ്മളുടെ ഐഡിയ എന്താണ്? ബൈ അറ്റ് ലോ, സെൽ അറ്റ് ഹൈ, സെൽ അറ്റ് ഹൈ, ബൈ അറ്റ് ലോ. ദിസ് ഈസ് ദ ഓൺലി ടെക്നിക് ദാറ്റ് വി ആർ യൂസിങ്. ഓൺലി ദെൻ യു ക്യാൻ ബി പ്രോഫിറ്റബിൾ അല്ലേ? അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. സോ ബൈ അറ്റ് ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും എല്ലാവർക്കും എൻട്രി കിട്ടുന്നതിന് മുമ്പ് തന്നെ പ്രൊഫഷണൽ ട്രേഡേഴ്സായ നമ്മളുടെ ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനലിനകത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് യു ഹാവ് ടു ഗെറ്റ് എൻട്രി ബിഫോർ എനിബഡി ഗെറ്റ്സ് എൻട്രി. അതാണ്. അപ്പം എവിടെയാണ് മൊമെന്റം വരുന്നത് ആ ഏരിയയെ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഐ ക്യാൻ ഷോ യു എൻ നമ്പർ ഓഫ് എൻട്രീസ് ഇൻ ബിറ്റ്വീൻ. അത് നമുക്ക് ലേറ്റർ പാർട്ട് ഓഫ് ദ സ്റ്റഡിയിൽ നമുക്ക് കവർ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ എങ്ങനെയെല്ലാം എൻട്രീസ് നമുക്ക് എടുക്കാമെന്നുള്ളത് കാണിച്ചു തരാം. പക്ഷേ ലെറ്റ് മീ കംപ്ലീറ്റ് എന്തെല്ലാം എൻട്രീസ് ഫോമിംഗ് ആണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ്. ഓക്കെ, നൗ മാർക്കറ്റിന്റെ സ്ട്രക്ചറൽ മൂവ്മെന്റ് പ്രകാരം മാർക്കറ്റ് എന്താണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്നത് ഇവിടെ? അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ലൈൻ കളഞ്ഞേക്കാം. ഇത് വേണ്ട, ഫോക്കസ് ഓൺ ദിസ് ലൈൻ എന്നുള്ള ഓൾറെഡി ഗ്രൂപ്പിൽ എക്സ്പ്ലെയിൻ ചെയ്തതായിരുന്നു. ഓക്കെ, അതിനുശേഷം ഇനി നമ്മൾ എന്താണ് നോക്കുന്നത്? ഇനി നമ്മൾ നോക്കുന്നത് മാർക്കറ്റ് ഓൺ എ 1 hour ചാർട്ട്. ഓക്കെ, ഓർ 4 hour. സോ 1 hourൽ നമുക്ക് ഇച്ചിരി ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, ലെവൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഡ്രോ ചെയ്യാൻ പറ്റും. സോ എന്താണ് നമ്മൾ ഈ ലെവൽസ് ഡ്രോ ചെയ്യുന്നത് നോക്കാം. സോ ഈ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേനും മാർക്കറ്റ് ക്രിയേറ്റഡ് എ ഹൈ, ലോ ഇസ് നോട്ട് ടേക്കൻ, എഗെയിൻ ഇതൊരു കൺസോളിഡേഷൻ ലീവിങ് ഇറ്റ്. ഓക്കെ, എഗെയിൻ ക്രിയേറ്റഡ് എ ഹൈ, എഗെയിൻ എന്ത് പറ്റും? പ്രൈസ് കൺസിസ്റ്റന്റ്ലി കമ്മിങ് ഡൗൺ. ദിസ് ഇസ് ടൈപ്പ് ഓഫ് പുൾ ബാക്ക് അല്ലേ? അപ്പോൾ പുൾ ബാക്ക് വന്നു കഴിയുമ്പോഴത്തേന് ഈ 1 hourൽ ഇതെന്ന് പറയുന്നത് ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് 3 candle പുൾ ബാക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഡീവേറ്റഡ് പ്രൈസ് ആക്ഷൻ ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഇത് മുകളിലേക്ക് പോകുമ്പോഴും ഇതുണ്ടോ, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പ്രൈസ് കമ്മിങ് ഡൗൺ, ഈ ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇതും താഴോട്ട് വരുന്ന മൂവ്മെന്റിൽ നമ്മളെ സംബന്ധിച്ച് ഇതൊരു പുൾ ബാക്ക് ആയിരുന്നു. അപ്പോൾ ഇത് മൈനർ ടൈം ഫ്രെയിമിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രൈസിന്റെ മൂവ്മെന്റ് കുറച്ച് നമുക്ക് എൻട്രി സിനാരിയോ ഫോം ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അതോടെ നിൽക്കട്ടെ. അപ്പം ഇവിടെ താഴേക്ക് നമ്മൾ വന്നു, പ്രൈസ് വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്തു. സോ ബോഡി വൈസ് ഒരു ലൈൻ നമ്മൾ ഇവിടെ ഡ്രോ ചെയ്തു അല്ലേ? ഇവിടെ ബോഡി വൈസ് ഒരു ലൈൻ ഡ്രോ ചെയ്തു. ഇവിടെ അതിനുശേഷം പ്രൈസ് എവിടെ നിന്നാണ് ഈ ഒരു ഡീവിയേറ്റഡ് പ്രൈസിന് ശേഷം പ്രൈസ് എവിടെ നിന്നാണ് മുകളിലേക്ക് പോകാൻ തുടങ്ങിയത്? ഈ ഒരു ബോട്ടം ലെവലിൽ നിന്നാണ് ഇത് പോകാൻ തുടങ്ങിയത്. സോ ഇത് രണ്ടും ഈ 2 ലെവലും നമ്മളെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ? ഈ ഒരു ഇത് തന്നെയല്ലേ, ഒന്നുകിൽ നമ്മൾ ഇതിന് ബോട്ടം ഈ പുൾ ബാക്കിന്റെ ഏറ്റവും ലോവസ്റ്റ് പോർഷൻ ഒന്നെങ്കിൽ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യണം. ഇതാണ് ബെസ്റ്റ് വേ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട് എൻട്രി ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഏരിയയിൽ നോക്കുന്നത്. ബിക്കോസ് ഈ ഒരു കൺസോളിഡേഷൻ റേഞ്ചിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു കൺസോളിഡേഷൻ റേഞ്ചിന് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മുടെ സബ്സിക്വന്റ് ലെക്ചറിൽ ഈ കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് അവിടുത്തെ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം കൺസോളിഡേഷൻ ഫേസിൽ എങ്ങനെ ചെയ്യണമെന്നുള്ളത് പിന്നീട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നോ, ഇവിടെ നമ്മൾ വന്നാക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ലൈൻ ഇവിടെ ഡ്രോ ചെയ്തതിന്റെ കാര്യം. അല്ലെങ്കിൽ ഇവിടെ ഈ ലൈനിന്റെ ആവശ്യമില്ല. അപ്പോൾ അത് പിന്നീട് ഉള്ള ലെക്ചറുകളിൽ പറയാം. ബിക്കോസ് ഇവിടെ കൺസോളിഡേഷൻ ഫേസ് ട്രിഗർ ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ അതിനെ വേറൊരു രീതിയിലാണ് എൻട്രി സിനാരിയോയിലേക്ക് നോക്കുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ലൈനും
കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ച കൺസെപ്റ്റ് പ്രകാരം പുൾ ബാക്ക് ആണെന്നുള്ളത് ഇതിന്റെ ബോട്ടം ബോഡി വൈസ് പോർഷൻ ഓക്കെ ആണല്ലോ, അതൊക്കെയാണ്. അതിനുശേഷം നേരെ മുകളിലേക്ക് മാർക്കറ്റ് പോയി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇതൊരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്തു അല്ലേ, ഇവിടെ ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു, മുകളിലേക്ക് പോയി ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഹയർ സൈഡിലുള്ള പുൾ ബാക്ക് മിറ്റിഗേറ്റ് ചെയ്തിട്ട് പ്രൈസ് നേരെ താഴേക്ക് വരുന്നു. താഴേക്ക് വരുമ്പം യു നീഡ് ടു ബൈ ഇറ്റ് ലോ അല്ലേ. അപ്പം ഇവിടെ ഈ ലൈൻ ഡ്രോ ചെയ്തതിനു ശേഷം ഞാൻ പറഞ്ഞു ഈ രണ്ട് ലൈനും ഇവിടെ നമ്മൾ ഫോക്കസ് ഓൺ ദിസ് ലൈൻ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഫോക്കസ് ഓൺ ദിസ് ലൈൻ നമ്മൾ എന്ത് ചെയ്യും അവിടെ? ഓക്കെ, 1 മിനിറ്റ് ചാർട്ട്. 1 മിനിറ്റ് ചാർട്ടിലേക്ക് വരുമ്പോഴത്തേനും ഇവിടെ വരുമ്പോഴത്തേനും എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പ്രൈസ് നേരെ താഴോട്ട് പോരുക. ഇതാണ് കണ്ടിന്യൂസ് പ്രൈസ് താഴോട്ട് പോരുക. താഴോട്ട് പോരുന്ന കഴിയുമ്പോഴത്തേനും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത് അത് ഈ ഒരു റേഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഇവിടെ പ്രൈസ് ആക്ഷൻ വരുന്നുണ്ട്, ലോയിസ്റ്റ് മേഡ്, ഹൈസ്റ്റ് മേഡ്, ലോയിസ്റ്റ് ടേക്കൺ, ഹൈസ്റ്റ് ടേക്കൺ, പ്രൈസ് കം ടു മിറ്റിഗേറ്റ്, പിന്നെയും കയറി പോകുന്നുണ്ട്. സോ യു ഗോട്ട് എ ഡീസെന്റ് എൻട്രി ഹിയർ അല്ലേ. ഇവിടെ ഇല്ലേ, ഇവിടെ വരെ വന്നു. അപ്പോൾ ഇവിടെ ലോയിസ്റ്റ് ടേക്കൺ, ഹൈസ്റ്റ് ടേക്കൺ, പിന്നീട് പ്രൈസ് കണ്ടവാനും താഴേക്ക് വരുവാണ്. അപ്പോൾ ഇവിടെ എൻട്രി നമുക്ക് ഫോം ചെയ്യുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. പുൾ ബാക്കിന്റെ ബോട്ടം സ്വീപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ മേജർ എൻട്രീസിലേക്ക് വേണ്ടി നോക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് അവിടെ പുൾ ബാക്ക് ഓൺ എ ഹയർ ടൈം ഫ്രെയിം പുൾ ബാക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എൻട്രി ഫോർമേഷൻ ഉള്ളൂ. അപ്പൊ ചെറിയ എൻട്രീസ് നമുക്ക് ഇൻ ബിറ്റ്വീൻ നമുക്ക് കാണാൻ പറ്റും, ചെയ്യാനും പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം മേജർ സംഭവങ്ങളിൽ ഫോക്കസ് ചെയ്തതിന് ശേഷം 1-2 എൻട്രീസ് എടുത്തതിന് ശേഷം മൈനർ ടൈം ഫ്രെയിമിൽ നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് തന്നെ ഓരോരോ എൻട്രി സെനാരിയോസ് സ്വന്തമായിട്ട് ചെയ്ത് കയറി വരാൻ പറ്റും. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ പ്രൈസ് കമ്മിങ് ഡൗൺ. അപ്പോൾ നമ്മുടെ ഏരിയയിൽ പ്രൈസ് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ലൈനിൽ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഫോക്കസ് ചെയ്യുമ്പോഴത്തേനും ഇവിടെ എന്താണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത്, അതായത് ഇവിടെ ഈ ഏരിയയിൽ വരുമ്പം ഇതിന് ബോട്ടം സൈഡിൽ പ്രൈസ് മാനിപ്പുലേഷൻ കംപ്ലീറ്റ് ആക്ടിവിറ്റി ചെയ്തതിന് ശേഷം പ്രൈസ് വിൽ കം ടു മിറ്റിഗേറ്റ്. ആ ടൈമിൽ മാത്രമേ നമ്മൾ എൻട്രി എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു. ബിക്കോസ് ഹെവി മൊമെന്റത്തിലാണ് പ്രൈസ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഏരിയയിൽ മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഏതാണ് ഹൈയും ലോയും ഇവിടെ വന്നിരിക്കുന്നത്? ദിസ് ഈസ് എ ലോ ഇസ് ക്രിയേറ്റഡ്, ഹൈ ഇസ് ക്രിയേറ്റഡ്, ലോ ഇസ് ടേക്കൺ, ഹൈ ഇസ് ടേക്കൺ അല്ലേ ഇവിടെ. അപ്പോൾ ഇവിടെ ലോ ഇസ് ടേക്കൺ, ഹൈ ഇസ് ടേക്കൺ വരുമ്പോഴത്തേനും ഇതാണ് നമ്മുടെ ഹൈ ഇസ് ടേക്കൺ. അതിനുശേഷം പ്രൈസ് താഴോട്ട് വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എൻട്രി ഏരിയ എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ഏരിയയിൽ ഇവിടെ നിന്നുകൊണ്ട് വേണം നമുക്ക് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ നമ്മൾ ഫീസിബിൾ എങ്കിൽ മാത്രമേ നമുക്കത് സ്യൂട്ടബിൾ ആകത്തുള്ളൂ. അപ്പം നമുക്ക് പ്രോഫിറ്റബിൾ ആകത്തുള്ളൂ. അപ്പം ഇങ്ങനെ മാർക്കറ്റിനെ നോക്കിയിരിക്കുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? ഇവിടെ മാർക്കറ്റ് ഇവിടെ വന്നു, പ്രൈസ് ലോ ക്രിയേറ്റ് ചെയ്തു. ഇത് വിത്തിൻ ദിസ് റേഞ്ച്, ഇതൊരു മൊമെന്റം ഏരിയ ആണ്. പ്രൈസ് എപ്പോൾ വേണമെങ്കിലും തിരിച്ച് കയറി പോവാം. അപ്പം ഈ ഒരു ഏരിയയിൽ വന്നു പ്രൈസ് താഴെ കയറിപ്പോയി പോകട്ടെ, മുകളിലേക്ക് കയറിപ്പോയി. അതിനുശേഷം നേരെ പ്രൈസ് വീണ്ടും താഴോട്ട് വരുമ്പോഴത്തേനും ഇവിടെ ഓൾറെഡി ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് 1 മിനിറ്റിനകത്ത്. അപ്പൊ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇംബാലൻസ് ഉണ്ടോ? ഇല്ല. ദാറ്റ്സ് എ ഡിഫറൻസ്. അപ്പൊ ഇംബാലൻസ് ഇല്ലാത്തത് കൊണ്ട് ഓർഡർ ബ്ലോക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ നിന്ന് പ്രൈസ് ഇവിടെ പക്ഷേ ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ഫസ്റ്റ് ലെവൽ ഓഫ് ബൈയിങ് ഹാപ്പൻഡ് ഹിയർ. ഇതാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ പുൾ ബാക്ക് ഉണ്ടോ? ഉണ്ട്. സോ പർപ്പസ്ഫുള്ളി പ്രൈസ് മാനിപ്പുലേഷൻ ഇവിടെ നടന്നു. അപ്പൊ അതിനുശേഷം പ്രൈസ് മാനിപ്പുലേഷൻ ഈ പുൾ ബാക്കിന് ബോട്ടം സ്വീപ്പ് ചെയ്തു. എവിടെയാണ് നമ്മുടെ പൊസിഷണൽ പ്ലേസിംഗ് ഇപ്പോൾ നിൽക്കുന്നത്? ബിലോ ദ എന്താണ് നമ്മളുടെ ഹയർ ടൈം ഫ്രെയിമിലുള്ള പുൾ ബാക്കിന്റെ ബോട്ടത്തിലാണ് പ്രൈസ് നിൽക്കുന്നത്. ഇതൊരു മൊമെന്റം ഏരിയ ആണോ? അല്ലയോ? അതെ. അപ്പോൾ ഇവിടുന്ന് പ്രൈസ് തിരിച്ച് കയറിപ്പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണോ? അല്ലയോ? അതെ. അപ്പൊ ഇവിടുന്ന് കയറിപ്പോയ പ്രൈസ് കയറിപ്പോയി. എത്ര പോയിന്റ് കയറിപ്പോയി? ഇവിടുന്ന് ഞാൻ എൻട്രി എടുത്തു. കറക്റ്റ് ഇവിടെ 40 പോയിന്റ്, അറൗണ്ട് 100-110 പോയിന്റോളം ബാങ്ക് നിഫ്റ്റിക്ക് ഡിഫറൻസ് വന്നു. അപ്പം അവിടെ അത് ട്രിഗറായി. അപ്പം നമ്മൾ നോക്കുമ്പം ഈ പ്രൈസ് മാനിപ്പുലേറ്റീവ് ആക്ടിവിറ്റി കാണുമ്പം യു ക്യാൻ പാർട്ടിസിപ്പേറ്റ്. പക്ഷേ ഇവിടെ പ്രൈസ് അതിന് ബോട്ടം ഒന്നും കൂടെ ടാപ്പ് ചെയ്തു. പ്രൈസ് മുകളിൽ പോയി നമുക്ക് റിക്കോർഡ് ടാർഗറ്റിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇനി നെക്സ്റ്റ് അതിന് ശേഷം നമ്മൾ നോക്കും, നമ്മളവിടെ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും പ്രൈസ് ഫോൾ നടക്കുകയാണ്. പ്രൈസ് ഫോൾ നടന്നു കഴിയുമ്പോഴത്തേനും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ലോ ഇസ് ക്രിയേറ്റഡ്, ഹൈ ഇസ് ക്രിയേറ്റഡ്, ലോ ഇസ് ടേക്കൺ, ഹൈ ഇസ് ടേക്കൺ ഇവിടം വരെ എത്തി അല്ലേ. ഹൈ ടേക്ക് ചെയ്ത് ഇങ്ങോട്ട് വരാൻ പോയി. അപ്പം ഈ ഹൈ ടേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോഴത്തേനും എന്താണ് പറ്റുന്നത്? ലോ ഹൈ ഇസ് ടേക്കൺ, അതിനുശേഷം പ്രൈസ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ വരുമ്പോഴും ഈ ഒരു ഏരിയയിൽ 50% ഓഫ് ദ ഏരിയ ഇവിടെ. സോ നമുക്ക് 2 സെനാരിയോ ഉണ്ട്. എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. 50% ഓഫ് ദ പ്രീവിയസ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ എവിടെ എൻട്രി എടുക്കും എന്ന് നമ്മളാണ് നോക്കുന്നത് അല്ലേ. സോ ഇവിടുത്തെ നമ്മുടെ മാർക്കറ്റിന്റെ ആ സ്ട്രക്ചറൽ ഡിഫറൻസ് എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ സ്ട്രക്ചറൽ ഡിഫറൻസ് എന്താണ്? ഇവിടെ ഫസ്റ്റ് ടൈം പുൾ ബാക്കിന് ബോട്ടം സൈഡ് സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് മാനിപ്പുലേഷൻ ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുമ്പോൾ 50% ഓഫ് ദ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ എക്സ്ട്രീം 50% ബോട്ടം ലെവലിൽ വേണം നമ്മൾ
പ്രൈസ് മാനിപ്പുലേഷൻ. ബിക്കോസ് പ്രൈസിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് യു ഡോണ്ട് നോ വെദർ ഇറ്റ് വിൽ ഫോളോ ഓർ നോട്ട് അഗെയിൻ ആൻഡ് അഗെയിൻ, അല്ലേ? നമ്മുടെ അത് ബ്രേക്ക് ചെയ്ത് പിന്നെയും പോവില്ലോ എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞാൽ പ്രൈസ് ഫോൾ ഈസ് ഹെവിലി ഹാപ്പനിങ്. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇമീഡിയറ്റ്ലി മേ ബി ഇവിടെ ഒരു 10 പോയിന്റ് സ്റ്റോപ്പ് ലോസും വെച്ചിട്ട് നമ്മൾ നോക്കിയിരിക്കുകയാണ്. ഈ ക്യാൻഡിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഐ എം ടെല്ലിങ് യു വിത്ത് 163 വീഡിയോസ്. അതാണ് കാര്യം. അപ്പോൾ ഇതിനകത്ത് ഇതെല്ലാം ക്ലിയർ ആയിട്ട് സ്റ്റാർട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ വീഡിയോസിൽ വന്നിട്ട് എന്താണ് ചെയ്യുന്നത്, ഓൾഡസ്റ്റ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ വീഡിയോ നമ്പർ 1, 2 തൊട്ട് ഇങ്ങനെ ഇതുണ്ട്. ഈ 1, 2, 3, 4, 5, 6 എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് മുഴുവൻ കണ്ട് സമയം കുറച്ച് മെനക്കെട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് കാണാൻ പറ്റൂ, ഈ മനസ്സിലാവുള്ളൂ എന്തുവാ ഈ പറയുന്നതെന്നുള്ളത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ക്യാൻഡിലാണ് നമുക്ക് എൻട്രി പുൾ ബാക്ക് ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്യാൻഡിലാണ് എൻട്രി എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പം ഫസ്റ്റ് ടൈം പ്രൈസ് ഇത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഫസ്റ്റ് ടൈം പ്രൈസ് മാനിപ്പുലേറ്റീവ് ആക്ടിവിറ്റിക്കകത്ത് പ്രൈസ് മാനിപ്പുലേഷൻ വരുമ്പോൾ നമ്മളുടെ ഈ ഓർഡർ ബ്ലോക്ക് എവിടെയാണോ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ ക്യാൻഡിലിന്റെ ബോഡി വൈസിന് താഴെ ആയിരിക്കണം നമ്മളുടെ എൻട്രി പൊസിഷൻ എന്ന് പറയുന്നത് ഫോർ ദ ഫസ്റ്റ് ടൈം. നോ സെക്കൻഡ് ടൈം എന്താണ്? സെക്കൻഡ് ടൈം നമ്മൾ പ്രൈസ് മാനിപ്പുലേഷൻ നടക്കുന്നതും അതുപോലെ തന്നെ ഈ മാനിപ്പുലേഷൻ പ്രൈസ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ഈ പുൾ ബാക്ക് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലുള്ള പുൾ ബാക്കിന് ബോട്ടമാണ് പ്രൈസിന്റെ മാനിപ്പുലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ യു ക്യാൻ പാർട്ടിസിപ്പേറ്റ് വിത്ത് 50% ഓഫ് ദ ഏരിയ. ഗോട്ട് ഇറ്റ്? നൗ അതാണ് ഫസ്റ്റ് നമുക്ക് അവിടുത്തെ ഏരിയ. ബിക്കോസ് ഇവിടെ പ്രീവിയസ് ഏരിയയിൽ വീണ്ടും നടക്കുന്ന ഒരു പ്രൈസ് മാനിപ്പുലേഷൻ വീണ്ടും നടക്കുന്നുണ്ട്. അപ്പം 50% ഓഫ് ദ ഏരിയ എന്ന് നമുക്ക് കാണാൻ പറ്റും. അതല്ല ഇവിടെ മാർക്കറ്റിംഗ് കാണിക്കുക. അപ്പോൾ യു ക്യാൻ ഗെറ്റ് ഇൻ ടു ദിസ് എൻട്രി. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഈ എൻട്രിയിൽ നമുക്ക് കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിന് മുകളിലത്തെ നമുക്കിത് നോക്കുന്നു. അപ്പം ഇതിൽ ഫസ്റ്റ് ടൈം നമുക്ക് ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്ത രീതിയിലുള്ള ക്വാളിറ്റിയിൽ നമുക്ക് എൻട്രി നോക്കുന്നു. സെക്കൻഡ് ടൈം നമ്മൾ പ്രൈസ് മാനിപ്പുലേഷൻ ബോട്ടം ലെവൽ ഓഫ് ദ ഹയർ ടൈം ഫ്രെയിം പുൾ ബാക്ക് ആണ് ഈ 2 ലൈൻ വരച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യമേ വരച്ചിട്ടില്ലേ, അതിന്റെ ബോട്ടം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും വീണ്ടും ഇഫ് യു ആർ വാച്ചിങ് എ പ്രൈസ് മാനിപ്പുലേഷൻ യു ക്യാൻ പാർട്ടിസിപ്പേറ്റ് വിത്ത് 50% ഓഫ് ദ ഏരിയ. അത് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രമേ നമ്മൾ ഡെമോ ട്രേഡ് ചെയ്ത് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. മാർക്കറ്റിന്റെ ആക്ടിവിറ്റി നമ്മൾ വളരെ കൂൾ മൈൻഡോട് കൂടി ഇരുന്ന് നമ്മൾ പേപ്പർ ട്രേഡോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നോർമൽ നമ്മൾ ആക്ച്വൽ മണി ഡിപ്ലോയ് ചെയ്യാതെ യു നീഡ് ടു ട്രേഡ് വിത്തൗട്ട് മണി. എന്നിട്ട് ഈ പ്രൈസ് സ്ട്രക്ചറിങ് അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ആക്ടിവിറ്റി മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് മാർക്കറ്റിന്റെ ഒപ്പം പോകാൻ പറ്റുള്ളൂ. ദിസ് ഇസ് ലൈക്ക് ഡ്രൈവിംഗ് എ കാർ, അല്ലേ? നമ്മൾ ഇനീഷ്യലി നമ്മളൊരു കാർ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഡ്രൈവിംഗ് അറിയത്തില്ലെങ്കിൽ ഇമീഡിയറ്റ്ലി ഒരു 100 കിലോമീറ്റർ നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റുമോ? ഇല്ല. എന്ന് പറഞ്ഞത് തന്നെയാണ് ഈ ഒരു ആക്ടിവിറ്റിയും. അപ്പം ഈ ആക്ടിവിറ്റിയുടെ ഒപ്പം മാർക്കറ്റിനൊപ്പം നമ്മൾ സഞ്ചരിക്കുമ്പോൾ പ്രൈസ് റിതം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ആ പ്രൈസ് റിതമാണ് ഈ ഒരു കാര്യങ്ങളിൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. സോ സെക്കൻഡ് ടൈം വെൻ യു സീ ദ പ്രൈസ് മാനിപ്പുലേഷൻ യു ക്യാൻ പാർട്ടിസിപ്പേറ്റ് വിത്ത് 50%. ബിക്കോസ് ഇവിടെ ഈവൻ ഓർഡർ ബ്ലോക്ക് പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ എന്തുകൊണ്ടാണ് അത് മിറ്റിഗേറ്റ് ചെയ്യാൻ വരാത്തതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് പ്രൈസ് ഹെഡ് ചെയ്യുന്നത് ഓൺ ദ ഫ്ലിപ്പ് സൈഡിലേക്ക് തിരിച്ച് കയറി പോകാൻ വേണ്ടിയിട്ടാണ് പ്രൈസ് എപ്പോഴും ട്രൈ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മൊമെന്റം ഭയങ്കര ഹെവി ആയിരിക്കും. അതിനുശേഷം വീണ്ടും നമുക്ക് എൻട്രി കിട്ടിയില്ല. സെക്കൻഡ് ടൈം എന്ത് ലോ ഈസ് മെയ്ഡ് ഈ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ഇതിന്റെ ഹൈ ഈസ് മെയ്ഡ് എന്ന് പറയുമ്പോഴത്തേനും ഈ ഒരു റേഞ്ചിൽ നമുക്ക് ഇവിടെ ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, അല്ലേ? ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഇവിടെ ഇതാണ് ഇതിന്റെ ബോട്ടം സൈഡ്, ഇത് ഹൈ. അപ്പം അതിനുശേഷം പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ പ്രൈസ് വീണ്ടും താഴോട്ട് വരുന്നു. അപ്പം പ്രൈസ് എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ സ്റ്റിൽ വി ആർ ഇൻ എ ഡിസ്കൗണ്ട് സോൺ. ഓൾസോ വി ആർ ബിലോ ദ പുൾ ബാക്ക് എക്സ്ട്രീം ബോട്ടം. പുൾ ബാക്കിന്റെ എക്സ്ട്രീം ബോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ നിന്ന് പ്രൈസ് വീണ്ടും ഷൂട്ടപ്പ് ചെയ്ത് മേളിലേക്ക് പോയി. അപ്പം ഈ 2 എൻട്രിയും നമുക്കിവിടെ പോസിബിൾ ആയിരുന്നു. സോ ഈ എൻട്രി ക്യാൻഡിൽ ദിസ് ഈസ് എ പ്രിസിഷൻ എൻട്രി 1 129 പോയിന്റ്. അതിനുശേഷം പ്രൈസ് താഴെ വന്നു. സെക്കൻഡ് വൺ അഗെയിൻ 118 പോയിന്റ്. ഓക്കെ, അത്ര ഒന്നും വേണ്ട. നമ്മൾ ഫുൾ എക്സ്ട്രീം നമുക്ക് വേണ്ട. നമുക്കിവിടെ ഒരു 50 പോയിന്റ് 60 പോയിന്റ് കിട്ടത്തില്ല ഇവിടെ. സിമ്പിൾ തിങ് 50 പോയിന്റ് 58 പോയിന്റ്. സോ നമുക്ക് ഇങ്ങനെ നമ്മൾ ഇതിനെ മാർക്ക് ഔട്ട് ചെയ്യുമ്പോൾ ഈ ഏരിയാസ് നമ്മളുടെ എൻട്രി ഏരിയ ആണെന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ ആദ്യമേ തന്നെ കുറിച്ചിടണം. അപ്പം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഈ ട്രേഡിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് നിൽക്കാനും പറ്റുള്ളൂ. അപ്പം നമ്മളിവിടെ എങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും 50 പോയിന്റിൽ കൂടുതൽ ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും മാർക്കറ്റ് വിൽ കിക്ക് യു ഔട്ട്. അതുകൊണ്ടാണ് ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം യു ഗോട്ട് എ ടാർഗറ്റ് നമുക്ക് കിട്ടിയെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്തെങ്കിൽ അത് നമ്മൾ രക്ഷപ്പെട്ടു. അതിനുശേഷം സെക്കൻഡ് ടൈം എഗെയിൻ മാർക്കറ്റ് വീണ്ടും ആ ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. പ്രൈസ് മേളിലേക്ക് പോകുന്നു. ഇതാണ്. അപ്പം ഈ 2 എൻട്രി ക്യാൻഡിലും
ഈ 2 എൻട്രി ക്യാൻഡിലും നമുക്ക് ഇവിടെ പ്രൈസ് ഈ ബോട്ടം സ്വീപ്പ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. സോ പ്രൈസ് മാനിപ്പുലേഷൻ, ഇപ്പോൾ നമ്മൾ പറഞ്ഞതിന്റെ സമ്മറി ഇത്രേ ഉള്ളൂ. പ്രൈസ് മാനിപ്പുലേഷൻ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രൈസ് മാനിപ്പുലേഷൻ വിത്തിൻ ദ പുൾ ബാക്ക് ബോട്ടം, അല്ലെങ്കിൽ ആ ഒരു ബോട്ടത്തിൽ ഫസ്റ്റ് ടൈം പ്രൈസ് മാനിപ്പുലേഷൻ, സെക്കൻഡ് ടൈം പ്രൈസ് മാനിപ്പുലേഷൻ, അതിനകത്ത് സെക്കൻഡ് ടൈം നടക്കുമ്പോൾ അതിൻ്റെ 50% നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അവിടെ നമുക്ക് ബൈയിങ് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യം. നൗ ലെറ്റ്സ് കം ബാക്ക് ടു വോളിയം പ്രൊഫൈലിംഗ്. വോളിയം പ്രൊഫൈലിങ്ങിൽ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മളെ സംബന്ധിച്ച് വോളിയം ഓൾറെഡി നമ്മളുടെ ചാനലിൽ ഓൾറെഡി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോറി, ഇവിടെ പ്ലേലിസ്റ്റിൽ വന്നു കഴിയുമ്പോഴത്തേനും വോളിയം അനലൈസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് 7 വീഡിയോസോളം ഇവിടെ ഉണ്ട്. അതിൽ വോളിയം ബ്രേക്ക്ഔട്ട് 1 and 2 എന്നുള്ളത് തീർച്ചയായിട്ടും കാണുക. അപ്പോൾ അതിനകത്ത് കുറേ കീ പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് വോളിയത്തിൻ്റെ കാര്യങ്ങളൊക്കെ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇനി നമ്മളിവിടെ നോക്കുന്നത് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വോളിയം ബ്രേക്ക്ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ ഡെഫിനേഷൻ നമുക്ക് ആദ്യം കിടക്കാം. സോ ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് ദ വോളിയം ഇൻ എ ഡിഫൈൻഡ് വേ, അല്ലെങ്കിൽ ഒരു ക്ലിയർലി നമുക്ക് ട്രേഡ് ചെയ്യേണ്ട രീതിയിൽ നമ്മൾ എങ്ങനെ വോളിയത്തെ മനസ്സിലാക്കുന്നു അത് മാത്രം മതിയില്ല നമ്മളെ സംബന്ധിച്ച്. സോ ദിസ് ഈസ് എ ക്യാൻഡിൽ 1 വോളിയം, ദിസ് ഇസ് ക്യാൻഡിൽ 2 വോളിയം. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെയിം വോളിയമാണ് അല്ലേ? ഇപ്പോൾ ഇതൊരു 1 മില്യൺ, ഇതൊരു 1 മില്യൺ. സോ ദിസ് ഈസ് എ വോളിയം. അപ്പോൾ ഇനി ഇതിന് വോളിയം ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്നത് മൂന്നാമതൊരു ക്യാൻഡിൽ വരുവാണ്. മൂന്നാമതൊരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഒരു ക്യാൻഡിൽ ഈ പ്രീവിയസ്ലി വന്നിരിക്കുന്ന ക്യാൻഡിലിനെക്കാട്ടിലും കൂടുതൽ ഒരു വോളിയം വരുവാണെങ്കിൽ ഈ 2 ക്യാൻഡിൽ വെച്ച് നമ്മൾ ആദ്യത്തെ 2 ക്യാൻഡിൽ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ തേർഡ് ക്യാൻഡിൽ ഈസ് മോർ ദാൻ ദ 2 പ്രീവിയസ് ക്യാൻഡിൽസ് അല്ലേ? മൂന്നാമത്തെ ക്യാൻഡിൽ, ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന ക്യാൻഡിൽ ഇതിന്റെ 2 ക്യാൻഡിലിനെക്കാട്ടിലും വോളിയം കൂടുതലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ടെക്നിക്കലി സ്പീക്കിംഗ് ഇതിന് മുകളിൽ ഈ 2 ഇതിന് മുകളിൽ വോളിയം സ്പൈക്ക് ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്നത് വോളിയം ബ്രേക്ക് ഔട്ട് എന്നാണ്. സോ അതാണ് ആ ക്യാൻഡിലിനെ വെച്ച് വേണ്ടി നമ്മൾ നോക്കുമ്പോൾ അതിനെ നമ്മൾ വോളിയം ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നു. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതുണ്ട് ഇൻക്രീസിങ് വോളിയം, അതിനുശേഷം ഒരു വോളിയം വലിയൊരു ക്യാൻഡിൽ വരുന്നുണ്ട്. സോ പ്രീവിയസ്ലി വന്നിരിക്കുന്ന ക്യാൻഡിൽസിനെ എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതിനെ നമ്മൾ ഈ പർട്ടിക്കുലർ ക്യാൻഡിലിനെ ബ്രേക്ക് ഔട്ട് വോളിയം ക്യാൻഡിൽ എന്ന് പറയാം, വോളിയം ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ എന്ന് പറയാം. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും ക്യാൻഡിൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ ക്യാൻഡിലിന്റെ മുകളിൽ വോളിയം സ്പൈക്ക് ഔട്ട് ചെയ്തോ ഇല്ലയോ? സ്പൈക്ക് ഔട്ട് ചെയ്തത്. അപ്പം അതിനെ നമ്മൾ പറയുന്നതാണ് ദിസ് ക്യാൻഡിൽ ഈസ് കൺസിഡേർഡ് ആസ് വോളിയം ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നോക്കുന്നത് പ്രീവിയസ്ലി വന്നിരിക്കുന്ന ക്യാൻഡിലിനെക്കാട്ടിലും ഒരു പൊടിക്കെങ്കിലും മുകളിലോട്ട് വന്നിട്ടുണ്ടോ അതിനെ നമ്മൾ വോളിയം ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ എന്ന് പറയുന്നു. സോ ദിസ് ഈസ് എ ടെക്നിക്കൽ ഡെഫിനിഷൻ, ഞാൻ പറയുന്ന പ്രകാരമുള്ള ടെക്നിക്കൽ ഡെഫിനിഷൻ. ഇനി പ്രത്യേകം വേറെ കാര്യങ്ങളൊന്നുമില്ല, പ്രത്യേക സ്റ്റഡി ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? നമുക്ക് ട്രേഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇവിടെ ക്യാൻഡിൽ 1 ഫോം ചെയ്തു, വോളിയം ക്യാൻഡിൽ വന്നു. രണ്ടാമത്തെ ക്യാൻഡിൽ ഇവിടെ വന്നു. ഇനി അടുത്ത സെനാരിയോ, ഇവിടെ ഒരു വോളിയം ക്യാൻഡിൽ വന്നു, ഇവിടെ നമുക്ക് ഒരു വോളിയം ക്യാൻഡിൽ വന്നു. ഇവിടെ മൂന്നാമത്തെ സെനാരിയോ, ഒരു വോളിയം ക്യാൻഡിൽ ഇവിടെ വന്നു. സോ ഇവിടെ ഒരു വോളിയം ക്യാൻഡിൽ വന്നു. ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പം ഈ ഒരു സെനാരിയോസിലെല്ലാം നമുക്കിവിടെ ഈ വോളിയം നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? ചില ക്യാൻഡിൽസ് കുറഞ്ഞു പോകുന്നു, കൂടി പോകുന്നു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സോ നമ്മളെ സംബന്ധിച്ച് ഇതെന്ന് പറയുന്ന വോളിയം ബ്രേക്ക് ഔട്ട് ആണ്, ഇതെന്ന് പറയുന്ന വോളിയം ബ്രേക്ക് ഔട്ട് ആണ്. ഇത് പ്രീവിയസ് ക്യാൻഡിലിനെ വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് നോട്ട് എ വോളിയം ബ്രേക്ക് ഔട്ട് സെനാരിയോ. പ്രീവിയസ് ക്യാൻഡിലിനെക്കാളും വോളിയം കുറഞ്ഞു പോയി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത് വോളിയം ബ്രേക്ക് ഔട്ട് ആണോ? അല്ല. ഇനി നമ്മളുടെ കാൽക്കുലേഷൻ പ്രകാരം ദിസ് ഈസ് വോളിയം ബ്രേക്ക് ഔട്ട്, ദിസ് ഈസ് വോളിയം ബ്രേക്ക് ഔട്ട് ആൻഡ് ദിസ് ഈസ് നോട്ട് എ വോളിയം ബ്രേക്ക് ഔട്ട്. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി നമ്മളെ സംബന്ധിച്ച് ഇവിടുത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വോളിയം ബ്രേക്ക് ഔട്ട് ആണ്. പക്ഷെ നമ്മളുടെ കാൽക്കുലേഷൻ പ്രകാരം 50%-ലധികം വോളിയം പ്രീവിയസ് ക്യാൻഡിലിനെക്കാട്ടിലും കൂടുതൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അതിനെ വോളിയം ബ്രേക്ക് ഔട്ട് എന്ന് പറയത്തുള്ളൂ. കണ്ടീഷൻ നമ്പർ 1. അതായത് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ 1 മില്യൺ ആണെങ്കിൽ 1 മില്യണിന്റെ പകുതി എത്രയാണ്? 1ന്റെ പകുതി എത്രയാണ്? ഹാഫ് അല്ലേ? അര. അപ്പൊ 1ന്റെ പകുതി എന്ന് പറയുമ്പോൾ അര. 1.5ക്ക് മുകളിൽ വോളിയം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അതിനെ 50% മുകളിൽ വോളിയം കയറി വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അതിനെ വോളിയം ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ എന്ന് പറയത്തുള്ളൂ. ടെക്നിക്കൽ ഡെഫിനിഷൻ പ്രകാരം ദിസ് ഇസ് എ വോളിയം ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ, ദിസ് ഇസ് എ വോളിയം ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ. ഓക്കെ, 50%-ലധികം, അതായത് പ്രീവിയസ്ലി നടന്നിരിക്കുന്ന ക്യാൻഡിൽ ഇത് 1 മില്യൺ ആണെങ്കിൽ ഇതിന്റെ വോളിയം 1.5 മില്യണിലധികം ഇതുപോലെ സ്പൈക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അതിനെ വോളിയം ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ എന്ന് പറയത്തുള്ളൂ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ 1 മില്യൺ, ഇത് 1.5 മില്യൺ. അപ്പം ഇതിനെ സംബന്ധിച്ച് ഇത് പ്രീവിയസ് ക്യാൻഡിലിനെക്കാട്ടിലും അതിന്റെ ഹാഫിന്റെ അത്രയും കൂടെ കൂടുതൽ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിനെ നമ്മൾ വോളിയം ബ്രേക്ക് ഔട്ട് സെനാരിയോ എന്ന് പറയുന്നു. അപ്പൊ സപ്പോസ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമ്മൾ ഇതൊരു 3 മില്യൺ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇത് അടുത്ത വോളിയം ക്യാൻഡിൽ വരുന്നത് 4 മില്യൺ ആണെന്ന് വിചാരിക്കുക.
അപ്പം 3 മില്യണും 4 മില്യണും വന്നു. അപ്പം 3 മില്യന്റെ ഇതൊരു വോളിയം ബ്രേക്ക് ഔട്ട് സെനാരിയോ ആണോ? അല്ല. എന്തുകൊണ്ടാണ് അല്ലാത്തത്? 3 മില്യൺ പ്രീവിയസ്ലി വന്നിരിക്കുന്ന ഈ 3 മില്യന്റെ ഹാഫ് എത്രയാണ്? 3 മില്യന്റെ ഹാഫ് 1.5 മില്യൺ, 1.5 അല്ലേ 3. അപ്പം 3, 1, 4 വരെ 4.5 മില്യൺ വോളിയം മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ സെനാരിയോയിലെ വോളിയം ബ്രേക്ക് ഔട്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ഇവിടുത്തെ പ്രകാരം ഈ സെനാരിയോ പ്രകാരം 4.5 മില്യൺ ഉണ്ടോ? ഇത് ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ വോളിയം ബ്രേക്ക് ഔട്ട് എന്നല്ല, അതിനെ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. സോ 3 മില്യൺ, ഇത് 3 മില്യൺ. സോ ഇത്രയും തന്നെ 3 മില്യൺ ഇത്രയും വേണം. അപ്പൊ ഇത്രയും 3 മില്യൺ വന്നല്ലോ അല്ലെ. 3, 1, 4 വരെ 4.5 മില്യൺ ഇത്രയും വേണം. അപ്പൊ ഇങ്ങനെ വന്നു കഴിയുന്ന സെനാരിയോസിനെ മാത്രമേ നമ്മൾ വോളിയം ബ്രേക്ക് ഔട്ട് എന്ന സെനാരിയോയിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൂടുതലും നമ്മളുടെ ട്രേഡിംഗ് ക്വാളിറ്റിയിലേക്ക് നമ്മൾ അങ്ങനെയാണ് എടുക്കുന്നത്. 50% ആണ് നമ്മൾ എപ്പോഴും വോളിയം ബ്രേക്ക് ഔട്ട് സെനാരിയോയിൽ നമ്മൾ നോക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ നോക്കുന്നത്? ബിക്കോസ് ഈ നമ്മളുടെ ട്രേഡിങ്ങിന്റെ ഈ ഒരു ഇതിനകത്ത് വന്ന് നോക്കുമ്പോഴത്തേനും വോളിയം അനലൈസിസ് എന്ന് പറയുന്നത് ഈ വീഡിയോ കാണാൻ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, സ്റ്റോക്കിന്റെ സ്ക്രീനിങ്ങിനകത്ത് എങ്ങനെയാണത് നമ്മൾ മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ലൈറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പം അതിൽ 50% കണക്കുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് കാണുക. അപ്പം വോളിയം ബ്രേക്ക് ഔട്ടിന്റെ കാര്യം പിടികിട്ടിയല്ലോ. ഇനി നമ്മൾ നോക്കുന്നത് ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ഇവിടെ നിന്ന് നമ്മൾ വോളിയം നോക്കുകയാണെങ്കിൽ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇത് ഇങ്ങനെ വന്നു നിൽക്കുമ്പോഴത്തേനും എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇതാണ് പ്രീവിയസ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പം സബ്സ്റ്റാൻഷ്യൽ വോളിയം ഈ പ്രീവിയസ് വോളിയം ക്യാൻഡിലിനെക്കാട്ടിലും ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും വോളിയം ബ്രേക്ക് ഔട്ട് നടന്നിരിക്കുന്നു. പക്ഷെ നമ്മളുടെ ക്വാളിറ്റി പ്രകാരം വോളിയം ബ്രേക്ക് ഔട്ട് ഇതിനെ ഈ ഒരു സെനാരിയോയെ സംബന്ധിച്ച് ഇവിടെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടോ? ഇല്ലയോ? ഇല്ല. ബിക്കോസ് ഇവിടെ ഇത് 1.5 ആണെങ്കിൽ ഇതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ഇത്രയും കൂടെ വരണമായിരുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ റിയൽ വോളിയം ബ്രേക്ക് ഔട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ വൈൽ ട്രേഡിംഗ് നമുക്ക് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുമ്പം ഇങ്ങനത്തെ സെനാരിയോസ് ഒന്നും കാണാൻ പറ്റത്തില്ല. സോ ഹൗ ഡു യു ക്ലബ് വോളിയം ഇൻ ടു യുവർ ട്രേഡിംഗ് സെറ്റപ്പ്? ദാറ്റ് ഇസ് വാട്ട് ഐ ആം ഗോയിങ് ടു എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, നമുക്ക് അത് മാത്രം മതിയല്ലോ. വേറെ നമ്മൾ കുറെ അധികം കാര്യങ്ങൾ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് പറഞ്ഞു പോയിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, നോ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ഇനി നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും. ഇവിടെ പ്രൈസ് ഇസ് കൺസിസ്റ്റന്റ് ഡൗൺ ട്രെൻഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന പോലെ കണ്ടോ. ഇതുണ്ട്, ഇത് എത്ര മില്യൺ ഉണ്ട് ഇവിടെ നോക്കിയാൽ മതി. ഇത് എത്രയുണ്ട്? 1 മില്യൺ, 1.353, 1 മില്യൺ, അഗൈൻ 1.412 മില്യൺ വന്നിട്ടുണ്ട്. അപ്പം ഈ വന്നിരിക്കുന്ന വോളിയം ആ കൺസിസ്റ്റൻസിയോടുകൂടി ഇവിടെ ഇൻക്രീസ്, പ്രൈസ് കണ്ടിന്യൂസ്ലി ഭയങ്കരമായിട്ട് താഴോട്ട് വരുന്നു. അതുപോലെ തന്നെ വോളിയം ഇവിടെ ഇൻക്രീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ നമ്മൾ നോക്കുമ്പോൾ പ്രീവിയസ്ലി ഒരു 1 അവറിലോ അല്ലെങ്കിൽ ഏകദേശം ട്രേഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന വോളിയത്തിന്റെ മുകളിലാണോ വോളിയം നടന്നിരിക്കുന്നത് ആണോ അല്ലയോ എന്നാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ 50% കണക്ക് കിട്ടുമോ? ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഈ 50% കണക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ നോക്കുമ്പോൾ കൺസിസ്റ്റൻസിയോടുകൂടി ഉള്ള വോളിയം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ആവറേജ് വോളിയം എന്ന് പറയുന്നത് ഒരു ഇത്രയാണ് വന്നിരിക്കുന്നത് അല്ലെ. ഏകദേശം ഒരു ആവറേജ്, ഇവിടെ നമുക്ക് അതിന് ഒരു ടൂൾ ഉണ്ട്, ആവറേജ് വോളിയം കണ്ടുപിടിക്കാനുള്ള ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പൊ അതിട്ട് പ്ലോട്ട് ചെയ്യുമ്പോഴത്തേനും ഒരു ലൈൻ ഇങ്ങനെ പോകുന്നതാണ്, മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞിട്ട്. അതിന് ആവശ്യമില്ല, നമുക്ക് ഇവിടെ ക്ലീൻ ചാർട്ട് മതി. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ മുകളിലാണോ പ്രൈസ് നിൽക്കുന്നത്? ഏകദേശം ആണല്ലോ. അപ്പം അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മൾ അങ്ങനെ ക്യാൻഡിൽ ടു ക്യാൻഡിൽ ഓരോന്നോരോന്ന് പെറുക്കി ഇങ്ങനെ നോക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഓവറോൾ വ്യൂ അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ പ്രീവിയസ്ലി 1 അവറിന് മുകളിൽ വന്നിരിക്കുന്ന വോളിയത്തിനേക്കാളും കൂടുതൽ വരുന്നുണ്ടോ, അതുപോലെ തന്നെ വോളിയം സ്പൈക്ക് തെരുതരെ കൂടി വരുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ചിലത് കൂടും ചിലത് കുറയും, അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കും. അത് നമുക്ക് പ്രശ്നമല്ല. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ എന്താണ് സംഭവം? ഇവിടെ ഒരു ഇൻക്രീസ്ഡ് വോളിയം വന്നു കഴിയുമ്പോഴത്തേനും നമ്മളെ സംബന്ധിച്ച് എൻട്രി ക്വാളിഫൈ ചെയ്യണമെങ്കിൽ പ്രൈസ് മാനിപ്പുലേഷൻ നടക്കണം, നമ്പർ 1. അപ്പോൾ പ്രൈസ് മാനിപ്പുലേഷൻ നടക്കുമ്പോൾ ഇതുപോലെ തന്നെ പ്രൈസ് വോളിയം ഭയങ്കരമായിട്ട് കൂടി വരികയും, ബിക്കോസ് ഇൻക്രീസിങ് വോളിയം ഓൺ എ ഡൗൺ ട്രെൻഡ് ഈസ് ആൻ അപ് ട്രെൻഡിങ് മൂവിനുള്ള തയ്യാറെടുപ്പാണ്. അതാണ് അതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെ നമ്മൾ താഴോട്ട് വന്ന് നമ്മൾ നോക്കുമ്പോഴത്തേനും ഇവിടെ ഇൻക്രീസിങ് വോളിയത്തിൽ വോളിയം വന്നു. സോ ഇതൊരു ടൈപ്പ് ഓഫ് കോൺഫ്ലുവൻസ് ആണ്. നമ്മൾ നോക്കുമ്പോൾ പ്രൈസ് പിന്നെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും വീണ്ടും ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിൽ വോളിയം വിത്ത് റെസ്പെക്ട് ടു ദ പ്രീവിയസ് ക്യാൻഡിലുമായിട്ടെല്ലാം കുറച്ച് നേരത്തെ ട്രേഡിംഗിൽ നോക്കുമ്പോഴത്തേന് ഇതൊരു വോളിയം ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ ആണോ? ടെക്നിക്കൽ ഡെഫിനിഷൻ പ്രകാരം ദിസ് ഇസ് എ വോളിയം ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ. ബട്ട് നമ്മളുടെ ട്രേഡിംഗ് സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ള 50% ഇത് വെച്ച് നോക്കുമ്പോൾ അല്ല. അപ്പം നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ പല ടൈമിൽ നമുക്കിത് പല സമയത്ത് നമുക്ക് കിട്ടത്തില്ല. ജസ്റ്റ് ഒരു കണ്ടിന്യൂസ്ലി ഡൗൺ ട്രെൻഡ് വരുമ്പോഴത്തേനും ഇൻക്രീസിങ് വോളിയം ജനറേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ കൺസേൺ. അപ്പോൾ ഇതൊരു
ഇതൊരു എന്താ പറയുന്നത് ഒരു വോളിയം ബ്രേക്ക് ഔട്ട് സെനാരിയോ ആയിട്ട് വന്നോ ഇല്ലയോ? ബിക്കോസ് ആ പ്രീവിയസ് വോളിയത്തിനെക്കാട്ടിലും ഇത്. അപ്പൊ ഇതെന്ത് ചെയ്യും നമ്മൾ ചോദിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് മാനിപ്പുലേഷൻ ഹാപ്പൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇവിടെ വോളിയം ഇൻക്രീസ് ചെയ്തു. സോ യു ആർ ഗെറ്റിംഗ് റെഡി ഫോർ ദ എൻട്രി. ഇവിടെ നമ്മൾ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ ചാടി അവിടെ കയറി എൻട്രി എടുക്കുക എന്നുള്ളതല്ല, നമ്മളിവിടെ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ അതിലേക്ക് ഞാൻ വരുന്നത്. അപ്പം യു ആർ ഗെറ്റിംഗ് റെഡി ഫോർ ദ എൻട്രി. അപ്പൊ പിന്നെ നമ്മൾ ഇങ്ങനെ വോളിയം വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മൾ എൻട്രിക്ക് വേണ്ടി റെഡി ആയിട്ടിരിക്കണം. പിന്നെ നമ്മൾ നോക്കുന്നതാണ് പ്രൈസ് മാനിപ്പുലേഷൻ നോക്കണം, പ്രീവിയസ് ഏരിയ നോക്കണം, എൻട്രി ക്യാൻഡിൽ നോക്കണം, പുൾ ബാക്ക് ക്യാൻഡിൽ നോക്കണം. ഇത് മുഴുവൻ നോക്കണം. എങ്കിൽ മാത്രമേ യു ക്യാൻ സ്പോട്ട് ഔട്ട് ദിസ് പർട്ടിക്കുലർ ക്യാൻഡിൽ. അതാണ് ഇന്നത്തെ കാര്യം. അപ്പൊ ഇവിടെ നമ്മൾ ഇത്രയും ഭാഗം എൻട്രി വന്നു കഴിഞ്ഞപ്പോഴത്തേനും വോളിയം വന്നു കഴിഞ്ഞപ്പോഴത്തേനും യു ആർ റെഡി ഫോർ ദ എൻട്രി. ഓക്കെ, താഴേക്ക് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ പ്രൈസ് മാനിപ്പുലേഷൻ തുടങ്ങി. ഇവിടെ ഹൈസ് മെയ്ഡ്, ലോയിസ്റ്റ് ടേക്ക്. ഈ പ്രൈസ് മാനിപ്പുലേഷന്റെ സമയത്ത് ഇൻക്രീസ്ഡ് വോളിയം വന്നോ ഇല്ലയോ? ഇൻക്രീസ്ഡ് വോളിയം വന്നു. ഇനി ആ പർട്ടിക്കുലർ ക്യാൻഡിൽ ഇൻക്രീസ്ഡ് വോളിയം വന്നിരിക്കുന്ന പർട്ടിക്കുലർ ക്യാൻഡിലിന്റെ ലോ എടുത്തോ ഇല്ലയോ? ലോ എടുത്തു. മനസ്സിലായോ? അപ്പം ആ പർട്ടിക്കുലർ ക്യാൻഡിലിന്റെ ലോ എടുക്കുകയും ചെയ്യണം. ഡ്യൂറിങ് പ്രൈസ് മാനിപ്പുലേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇൻക്രീസ്ഡ് പ്രൈസ് ഇതിൽ നമ്മളുടെ എന്താ പറയുന്നത് പ്രൈസ് മാനിപ്പുലേറ്റീവ് ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും വോളിയം ഇവിടെ വന്നിരിക്കുന്ന വോളിയം ബ്രേക്ക് ഔട്ട് വോളിയം ബ്രേക്ക് ഔട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ക്യാൻഡിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ആ പർട്ടിക്കുലർ ക്യാൻഡിലിന്റെ അതായത് വോളിയം ഇൻക്രീസ്ഡ് വോളിയത്തിൽ സെല്ലിംഗ് വന്നിരിക്കുന്ന വോളിയത്തിന്റെ ലോ എപ്പോഴാണോ എടുക്കുന്നത് ആ ലോ എടുക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? പ്രൈസ് തിരിച്ച് മേളിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ബട്ട് യു കനോട്ട് ടേക്ക് എൻട്രി. എന്തുകൊണ്ടാണ്? ഇവിടെ നമുക്ക് പ്രൈസ് മാനിപ്പുലേഷൻ നമുക്ക് പെർഫെക്റ്റ്ലി നമുക്ക് മാച്ച് ചെയ്ത് കാണുകയും വേണം. അപ്പം ഇവിടെ നമുക്ക് ആ പർട്ടിക്കുലർ ക്യാൻഡിലിന്റെ ലോ എടുത്തോ, ഇത് ലോ എടുത്തു. സോ വൺ ടൈപ്പ് ഓഫ് വോളിയം പ്രൈസ് മാനിപ്പുലേഷൻ വിത്ത് റെസ്പെക്ട് ടു വോളിയം എന്ന് പറയാൻ പറ്റും. വോളിയം മാനിപ്പുലേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് വോളിയം വൺസ് ഇറ്റ് ഈസ് സ്പൈക്ഡ് ഔട്ട് അത് അവിടെ തന്നെ കാണും അല്ലേ? അപ്പോൾ വോളിയം സ്പൈക്ക് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് വോളിയം മാനിപ്പുലേഷൻ എന്ന് പറയാൻ പറ്റില്ല. അതൊരു റോങ് ടെർമിനോളജിയാണ് ആക്ച്വലി. അപ്പോൾ നമുക്ക് പ്രൈസ് മാനിപ്പുലേഷൻ വിത്ത് റെസ്പെക്ട് ടു വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അല്ലേ? അപ്പം അങ്ങനെ നമുക്ക് കൂട്ടാം. അപ്പം ഇവിടെ നമ്മൾ ആ പർട്ടിക്കുലർ ക്യാൻഡിലിന്റെ ലോ എടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? പർട്ടിക്കുലർ ക്യാൻഡില് വോളിയം സ്പൈക്ക് ഔട്ട് ചെയ്ത ക്യാൻഡിലിന്റെ ലോ എടുത്തു കഴിഞ്ഞപ്പോൾ പ്രൈസ് വിൽ ഗോ അപ്പ്. അതിനുശേഷം പ്രൈസ് നേരെ താഴേക്ക് വരുന്നു. താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ എന്താണ് നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഈ വോളിയം സ്പൈക്ക് ഔട്ട് ചെയ്തതിന്റെ കോൺഫ്ലുവൻസ് നമുക്കൊന്ന് കിട്ടി. പ്രൈസ് മാനിപ്പുലേറ്റീവ് ആക്ടിവിറ്റീസ് ഹാപ്പനിങ് ഇവിടെ പ്രൈസ് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് നമ്മളൊരു ഡിസ്കൗണ്ട് ഏരിയയിൽ നിന്ന് വേണം നമ്മൾ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നും മറന്നു പോകരുത്. അപ്പം ഡിസ്കൗണ്ട് ഏരിയയിൽ നിന്ന് എൻട്രി എടുക്കുന്ന സമയത്ത് നമുക്കിവിടെ എന്തെങ്കിലും പുൾ ബാക്ക് സ്വീപ്പ് ചെയ്യാൻ കിടപ്പുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സെനേരിയോ ഫോം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതിന് ബോട്ടം പ്രൈസ് സ്വീപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിന് ഇവിടെ എന്താണ് നമ്മളുടെ ഓർഡർ ബ്ലോക്ക് പർട്ടിക്കുലർ ക്യാൻഡിൽ ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ ആ ക്യാൻഡിലിന്റെ ആക്ച്വലി ഈ ക്യാൻഡിലാണ് ഇവിടെ നമുക്ക് സൈഡ് വൈസ് മൊമെന്റം പോകുന്നുണ്ട് മാർക്കറ്റ്. അപ്പൊ ഇത് നമുക്ക് ഇവിടെ മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൈസ് മാനിപ്പുലേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്യാൻഡിൽ മാർക്ക് ചെയ്തത്. അപ്പൊ ഞാൻ ഇത് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കും ഇവിടെ ഇംബാലൻസ് ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഈ ക്യാൻഡിൽ മാർക്ക് ചെയ്തത് എന്ന് നോക്കും. അപ്പൊ നമ്മൾ ഇവിടുത്തെ പ്രൈസ് മാനിപ്പുലേഷൻ കൂടെ നമ്മൾ ഇവിടുത്തെ ഈ സൈഡ് വൈസ് മൊമെന്റും കൂടെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഓർഡർ ബ്ലോക്ക് ക്യാൻഡിൽ ആണെന്ന് പറയുന്നു എന്നുള്ളതല്ലോ. ബിക്കോസ് ഇവിടെ നമുക്ക് ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ഈ പ്രൈസ് മാനിപ്പുലേഷൻ ഈ സമയത്ത് ഇവിടെ സൈഡ് വൈസ് മാർക്കറ്റിലേക്ക് പോകുന്നതിന്റെ കാര്യം എന്താണ്? അപ്പൊ അങ്ങനെ പോകുന്നു. അപ്പൊ ഇവിടെ ഓൺ എ ഗ്ലോബൽ ലെവൽ പ്രൈസ് മാനിപ്പുലേറ്റീവ് ആക്ടിവിറ്റീസ് ഹാപ്പനിങ് നമുക്ക് പർട്ടിക്കുലർ നമ്മളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് ബോട്ടം പ്രൈസ് സ്വീപ്പ് ചെയ്യുമ്പോഴായിരുന്നു അവിടെ നമുക്ക് എൻട്രി കിട്ടി. വോളിയം മാനിപ്പുലേഷൻ ഇവിടെ പ്രൈസ് മാനിപ്പുലേഷൻ വിത്ത് റെസ്പെക്ട് ടു വോളിയം ഹാപ്പൻഡ് ഓർ നോട്ട്? യെസ്, കോൺഫ്ലുവൻസ് നമ്പർ 2. സോ അങ്ങനത്തെ ഏരിയ കാണുമ്പോൾ നമുക്ക് ബൈയിങ് സൈഡിലേക്ക് പോകാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് വോളിയത്തിന്റെ ഒരു കാര്യം. നൗ സെക്കൻഡ് തിങ്, ഇനി എന്താണ് ഇവിടെ വരുന്നത് നോക്കാം. വീണ്ടും പ്രൈസ് അഗെയിൻ ഇവിടുന്ന് ഫെയിലായി താഴ്ത്ത് പോവുക. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും എന്താണ് സംഭവിച്ചത്? വോളിയം ഇൻക്രീസ് ചെയ്തു. കൺസിസ്റ്റന്റ് വോളിയം ഇൻക്രീസ് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ വി ആർ ഗെറ്റിംഗ് റെഡി ഫോർ ദ എൻട്രി എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ? ബിക്കോസ് ഈ ഒരു വോളിയം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മുമ്പേ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന അതേ സംഭവം ഇതുണ്ടോ? ഇത് എത്രയാണ്? 12, 50, 13, 30. 1 മണിക്കൂർ മുമ്പ് നടന്നതിനെക്കാട്ടിലും കൂടുതൽ വോളിയം ഇവിടെ നടന്നോ ഇല്ലയോ? വോളിയം നടന്നു അല്ലെ? അപ്പൊ ഇവിടെ 1 മണിക്കൂർ നടന്നതിനേക്കാളും കൂടുതൽ വോളിയം നടന്നതുകൊണ്ടും പ്രൈസ് കൺസിസ്റ്റന്റ് ഡൗൺ ട്രെൻഡ് നടന്നതുകൊണ്ടും യു കനോട്ട് ടേക്ക് എൻട്രി ബിക്കോസ് പ്രൈസ് മാനിപ്പുലേഷൻ ആക്ടിവിറ്റി ഹാസ് നോട്ട് കംപ്ലീറ്റഡ്. ഓക്കെ,
അപ്പോൾ പ്രൈസ് മാനിപ്പുലേറ്റീവ് ആക്ടിവിറ്റി നമ്മൾ വോളിയം ഇങ്ങനെ നടക്കുമ്പോൾ കാണാം. അതർവൈസ് യു വിൽ ബി ത്രോൺ ഔട്ട് ഫ്രം ദ ട്രേഡ്, നോ ഡൗട്ട്. അതാണ് ഇതിനകത്തെ കാര്യം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് അതിനാ പറയുന്നത്, നമ്മളെ പേഷ്യൻസോടുകൂടി ക്ഷമയോടുകൂടി മാർക്കറ്റിൽ ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ യു വിൽ നോട്ട് സീ ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് യു കനോട്ട് ട്രേഡ് 100%. ഐ എം ടെലിംഗ് യു, ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് ഈസ് മാർക്കറ്റ്. അങ്ങനെ നമ്മൾ ഇരിക്കാൻ പറ്റുന്ന, ബിക്കോസ് ഐ എം സോറി ദാറ്റ് ഐ എം ഗെറ്റിംഗ് ബിറ്റ് സീരിയസ്, ബിക്കോസ് ഐ വാണ്ട് യു ടു ബിക്കം എ പ്രൊഫഷണൽ ട്രേഡർ. അതുകൊണ്ടാണ് ഞാനൊരു കുറച്ച് സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളെല്ലാവരും വളരെ ഹാപ്പിയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പം. നിങ്ങൾക്കത് ആ ഒരു എന്നാ പറയുന്നത്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ടോണിൽ, നോർമൽ ടോണിൽ പറഞ്ഞു വരുമ്പോഴത്തേനും അതൊരു സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സീരിയസ് ആയിട്ട് പറഞ്ഞു പോകുന്നതിൻ്റെ കാര്യം. ഓക്കെ, നൗ ഇനി നമ്മൾ പ്രൈസിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് മാർക്കറ്റ് ഈ വോളിയം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു ആർ ഗെറ്റിംഗ് റെഡി ഫോർ ദ എൻട്രി. നൗ ലെറ്റ് ദ പ്രൈസ് മാനിപ്പുലേഷൻ ഹാപ്പൻസ്, അല്ലേ? പ്രൈസ് മാനിപ്പുലേഷൻ ഹാപ്പൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഈ പർട്ടിക്കുലർ ക്യാൻഡിലിന്റെ ബോട്ടം പ്രൈസ് സ്വീപ്പ് ചെയ്യണോ വേണ്ടേ? നമ്മൾ പറഞ്ഞ ടെക്നിക് ഇത് വോളിയത്തിന്റെ ആക്ടിവിറ്റി പ്രകാരം വേണം. അപ്പൊ ഈ പർട്ടിക്കുലർ ക്യാൻഡിലിന്റെ ബോട്ടം പ്രൈസ് സ്വീപ്പ് ചെയ്തോ ഇല്ലയോ? സ്വീപ്പ് ചെയ്തോ ഇല്ലയോ? സ്വീപ്പ് ചെയ്തു. ദാറ്റ് ഇസ് വാട്ട് യു ആർ സീയിങ് ഹിയർ, അല്ലേ? അപ്പോൾ ഇൻക്രീസ്ഡ് വോളിയം ഓൺ എ കൺസിസ്റ്റന്റ് ഡൗൺ ട്രെൻഡ് ആൻഡ് ദ പ്രൈസ് മാനിപ്പുലേഷൻ ഈസ് ഹാപ്പനിങ് സിവിയർലി ഓൺ ദിസ് ഏരിയ ആൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ്? പ്രൈസ് ഈസ് ഗോയിങ് അപ്പ്. നമ്മൾ ഇവിടെ ഈ എൻട്രി സെനാരിയോസിനെ പറ്റി ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പം price manipulation with respect to volume activity is completed and what you see here, ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത്? അതിനുശേഷം എങ്ങോട്ടാണ് മാർക്കറ്റിന്റെ ഡയറക്ഷൻ? ഒരു സൈഡിലേക്ക് പോയി. അപ്പം ഈ ഒരു സൈഡിലേക്ക് മാർക്കറ്റ് പോകാനുള്ള മാർക്കറ്റിന്റെ ആത്യന്തികമായിട്ടുള്ള ഡയറക്ഷണൽ മൂവ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇതിന് മുകളിലേക്ക് മാർക്കറ്റ് കയറി പോകുന്നത്? ബിക്കോസ് മറന്നു പോകരുത് ഈ കാര്യം, ഇത് എന്താണ്? ഈ രണ്ട് ലൈൻ എന്താണ്? ഹയർ ടൈം ഫ്രെയിം പുൾ ബാക്കിന്റെ ബോട്ടത്തിലാണ് പ്രൈസ് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും വെച്ച് നമുക്ക് ഇവിടെ കയറി ചുമ്മാ കയറി എൻട്രി എടുക്കാൻ പറ്റുമോ? ഇല്ല. സോ നൗ യു നോ വാട്ട് ടു ഡു. ഇപ്പം മനസ്സിലായ കാര്യം എന്താണെന്നുള്ളത്. അതായത് ഇപ്പം നിങ്ങൾക്ക് അതായത് വോളിയത്തിന്റെ കാര്യങ്ങൾ ഇനിയും കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പം നമ്മളുടെ ചാനൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മളുടെ ചാനൽ എത്രയാണ് സബ്സ്ക്രൈബേഴ്സ്? ഇപ്പം 7,000 സബ്സ്ക്രൈബറായി. 10,000 സബ്സ്ക്രൈബർ വരുമ്പോൾ വോളിയത്തിന്റെ ഡീറ്റെയിലിംഗിലേക്ക് ഞാൻ കിടക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇനി ബിഫോർ ദാറ്റ് ഐ സ്റ്റാർട്ടഡ് ഇറ്റ്. അപ്പോൾ കുറേയധികം കാര്യങ്ങൾ, ഇങ്ങനത്തെ കുറേ കൊച്ചു ഐഡിയാസ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ ഫൈനലി എന്താണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് മാർക്കറ്റിൽ നോക്കുമ്പം ഇൻ എ ഡേ 1 എൻട്രി പെർ ഡേ ഓർ 2 എൻട്രി പെർ ഡേ. ആ എൻട്രി നമുക്ക് കിട്ടുന്നത് ബാക്കിയുള്ളവർക്ക് കിട്ടുന്ന എൻട്രിക്ക് മുന്നേ തന്നെ നമുക്ക് കിട്ടണം. പക്ഷെ നമുക്ക് ആ കിട്ടുന്ന എൻട്രി ഒരു പ്രിസിഷൻ എൻട്രി ടെക്നിക്ക് ആയിരിക്കും വേണം. എവിടെ വെച്ചാണ് നമ്മൾ മാർക്കറ്റിനെ നമ്മൾ ഇൻവോൾവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വഴി. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റിന്റെ ആത്യന്തികമായിട്ടുള്ള ഡയറക്ഷൻ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പ്രൈസ് മാനിപ്പുലേഷനെ പറ്റിയിട്ടുള്ള ഐഡിയ വേണം, അല്ലേ? മൂന്നാമത്തെ കാര്യം എന്താണ്? ഒരു ഡിസ്കൗണ്ട് സ്റ്റാൻഡേർഡ് എക്കണോമിക്സ് പ്രകാരം എന്താണ് ഒരു ഡിസ്കൗണ്ട് ഏരിയയിൽ നിന്നാണോ നമ്മൾ എൻട്രി എടുക്കുന്നതെന്ന് നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? പ്രീവിയസ് ഏരിയയും പ്രൈസ് മാനിപ്പുലേഷനെയും കമ്പയർ ചെയ്തിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ നാലാമത്തെ കാര്യം എന്താണ്? വോളിയത്തിന്റെ ആക്ടിവിറ്റി കൺസിസ്റ്റന്റ് ഡൗൺ ട്രെൻഡിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ഡൗൺ ട്രെൻഡിൽ ഇൻക്രീസിങ് വോളിയം ഈസ് എ സൈൻ ഓഫ് അപ് ട്രെൻഡ് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഏരിയ ആണിത്. അതിനുശേഷം പ്രൈസ് മാനിപ്പുലേറ്റീവ് ആക്ടിവിറ്റി ഹാപ്പൻ ചെയ്തതിനു ശേഷം മാത്രമേ യു ആർ റെഡി ഫോർ ദ എൻട്രി എന്ന് പറയാൻ പറ്റും. നമ്മൾ ആ എൻട്രിയിലേക്ക് റെഡി ആകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതാണ് അതിനകത്തെ കാര്യം. അല്ലാതെ നമ്മൾ ഈ മാർക്കറ്റിൽ വന്ന് നോക്കിയിരുന്ന വെച്ചാൽ ഇത് എൻട്രി കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന 163 വീഡിയോക്കകത്ത് ഒരു വീഡിയോ പോലും കാണാതെ വന്ന് പറഞ്ഞു വെച്ച് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളിരുന്ന് ചുമ്മാ ഇരുന്ന് പറയാന്നേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിപ്പോൾ എത്ര മണിക്കൂറായി? 1 മണിക്കൂറോളമായി. അപ്പം ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ഐ എം മാക്സിമം എൻ്റെ എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാകുന്ന രീതിയിൽ സിമ്പിളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറേ കാര്യങ്ങൾ നമ്മളിവിടെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് മുഴുവനും കണ്ട് മനസ്സിലാക്കി ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് പഠിക്കാൻ പറ്റുള്ളൂ. സോ നമ്മളിവിടെ ഇത് അഡ്വാൻസ് സ്ട്രക്ചറിലേക്ക് പതുക്കെ സ്റ്റെപ്പ് വെച്ച് കയറുകയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ നമ്മൾ ഈ വീഡിയോസ് മുഴുവനും എടുത്ത് വെച്ചിട്ട് ഓരോന്ന് നമ്മൾ അതിൻ്റെ പ്രോപ്പർ ലേണിംഗ് സമയം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് പറഞ്ഞു തരുന്നത്? എനിക്ക് ഇതിൽ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരെയും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മാക്സിമം ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അത്രയും മാക്സിമം ഇതാണ്. ഇനിയും കൂടുതൽ കുറേ കൺസെപ്റ്റുകളുണ്ട്. കീപ് ലേണിംഗ്, കീപ് വാച്ചിങ്. നിങ്ങളുടെ വലിയ കമൻറ്റുകളെല്ലാം രേഖപ്പെടുത്തുന്നത് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച് ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.